ദർബാർ ഹാള് തൊട്ട് ഇപ്പൊ ഹരിപ്പാട് വരെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊരു ചരിത്രം രചിക്കപ്പെടുകയാണ്. പുതിയ തലമുറ ഇപ്പൊ ജെൻസി കിഡ്സ് ഒക്കെ രാഷ്ട്രീയമുണ്ടോ, ജെൻസി കിഡ്സിനൊക്കെ രാഷ്ട്രീയമുണ്ടെന്ന് അറിയും, അവര് രാഷ്ട്രീയത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയി പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ജെൻസി കിഡ്സ് ആയിട്ടുള്ള ആളുകൾ പോലും പൂർണ്ണമായും വന്ന് വി എസിനെ കാണുവാൻ നിൽക്കുന്നു. അവർ വി എസിനെ കാണുമ്പോൾ അവർ വി എസിനെ പഠിക്കുന്നു. വി എസിനെ പഠിക്കുമ്പോൾ പുന്നപ്രയും വയലാറും കർഷക തൊഴിലാളികളും അല്ലെങ്കിൽ പോരാട്ടങ്ങളും ഒക്കെ തന്നെ അവർ വായിച്ചെടുക്കപ്പെടുന്നു. അങ്ങനെ വായിച്ചെടുക്കപ്പെടുന്ന രീതിയിലേക്ക് ഒരു പുതിയ തലമുറയിലേക്ക് കൂടുതൽ വെളിച്ചം വീശുവാനും കൂടുതൽ പ്രത്യാശ കൊടുക്കുവാനും പുതിയ തലമുറയിലെ ആളുകൾ എത്തരത്തിലാണ് ഒരു കമ്മ്യൂണിസ്റ്റായി സമൂഹത്തിൽ എടുക്കേണ്ടത് അല്ലെ രൂപപ്പെടുന്നത് എന്നുള്ളതിന്റെ ഒരു എന്താ പറയുക ഒരു യാത്രയായി കൂടി ഇത് വിലയിരുത്തപ്പെടേണ്ടതാണ്. കാരണം അത്രയും അധികം ആളുകൾ, ചെറിയ കുട്ടികൾ പോലും കൃത്യമായി വി എസിനെ അടയാളപ്പെടുത്തുന്നു, വി എസിനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഈ യാത്രയോട് കൂടി കൂടുതൽ സമൂഹത്തിൽ കൂടുതൽ കമ്മ്യൂണിസ്റ്റുകൾ വളർന്നു വരുന്നപ്പെടാനുള്ള സാഹചര്യം കൂടി ഈ യാത്രയോട് കൂടി ഉയർന്നു വരും. പുതിയ സമൂഹത്തിലുള്ള കുട്ടികളൊക്കെ തന്നെ വി എസിനെ കൂടുതലായിട്ട് പഠിക്കും. എന്താണ് വി എസ് എന്ന് പഠിക്കും. ഈ ഒരു 5-6 വർഷമായിട്ട് പൊതുധാരയിൽ നിന്നും വി എസ് ഇപ്പോൾ മാറി നിൽക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നക്കാരൻ മാറി നിൽക്കുകയാണ്. അപ്പൊ അതിനുശേഷം ജനിച്ച കുട്ടികൾ പോലും ഇപ്പോൾ വരുന്ന വി എസിന്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്നു, വി എസിനെ പഠിക്കുന്നു. ഈ വിലാപയാത്ര ഒരു ചരിത്ര പാഠപുസ്തകം കൂടിയായി മാറുകയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ തോന്നുന്നത്. കുട്ടികളുടെ മുദ്രാവാക്യം വളരെ ഹൃദയസ്പർശിയാണ്. അവർ വിളിക്കുന്നു, നമ്മുടെ ചോരയിലൂടെ ജീവിക്കുന്നതാണ് ഈ കുഞ്ഞു കുട്ടികൾ. അതായത് നേരത്തെ വിനിഷയുടെ സൂചിപ്പിച്ചതുപോലെ വി എസിനെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. അദ്ദേഹത്തിന്റെ കാലത്ത് ഇങ്ങനെ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ അവരുടെ ആ വാക്കുകൾ അത് എത്രത്തോളം ഹൃദയസ്പർശിയാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കുട്ടികൾ അത് വിളിക്കുമ്പോൾ എന്താണ് വി എസ്, ഈ പറയുന്ന പോലെ തന്നെ വി എസ് എത്തരത്തിലാണ് അടയാളപ്പെട്ടത്. അപ്പോൾ കുട്ടികളെല്ലാം വായിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും വി എസ് എന്ന് പറയുന്നത് ഇപ്പോൾ അവരുടെ പുതിയ മേഖലയിലെ ചാറ്റ് GPT-യിലും ജെമിനിയിലും ഡീപ് സീക്കിലും ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ് അവരെ സെർച്ച് ചെയ്യുമ്പോൾ എത്തരത്തിലാണ് ഇങ്ങനെയൊരു മനുഷ്യൻ ഇത്തരത്തിലുള്ള ഒരു ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നുവോ, ഇത്തരത്തിലുള്ള ഒരു മനുഷ്യൻ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്നും ആ പ്രതിരോധങ്ങൾ എങ്ങനെ ഉണ്ടായി, ആ സാഹചര്യങ്ങളോട് എങ്ങനെ മല്ലിട്ടുകൊണ്ട് മുന്നോട്ട് വന്നു എന്നൊക്കെ പഠിക്കുമ്പോൾ പുതിയ തലമുറയിലും ഇത്തരത്തിലുള്ളൊരു സാഹചര്യം, ഇനി പുതിയൊരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഭാവിയിൽ രൂപപ്പെട്ടു വന്നാലും അതിനോട് എങ്ങനെ നമ്മൾ പ്രതിരോധിക്കണം എന്നുള്ളതിൻ്റെ ഒരു പാഠപുസ്തകം കൂടിയായിട്ട് വി എസിനെ അവർ മാറ്റുകയാണ്. തീർച്ചയായിട്ടും ജെൻസി കിഡ്സ് അല്ലെ ആൽഫ കിഡ്സ് ഒക്കെ തന്നെ പൂർണ്ണമായിട്ടും വി എസിനെ പഠിക്കുന്നു. പുതിയ രീതിയിൽ ഇത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പുതിയ ഉയർച്ചയിലേക്ക്, പുതിയ ആളുകളെ ഇതിലേക്ക് കടന്നു വരുന്നതിലേക്ക് കൂടി വി എസിൻ്റെ ഈ വിലാപയാത്ര കൂടി കാരണമാകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്.